കൃഷ്ണക്ക് ഭയങ്കര തണുപ്പുണ്ടെന്ന് തോന്നുന്നു. കയ്യെല്ലാം കൂടി പിടിച്ചിട്ടാ. പാലത്തിന്റെ ഇപ്പുറം പാർക്കിലെത്തിയിട്ടാണുള്ളത്. മലപ്പട്ടം പഞ്ചായത്തിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ആൾക്കാരെല്ലാം കുറവാണ്, പക്ഷെ നല്ല സ്ഥലമാണ്. പുഴക്കരക്കന്നെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ വേണ്ടിയും നല്ല സുഖമാണ്. വൈകുന്നേരം മാത്രമല്ല, ഇപ്പം നമ്മൾ 1 മണി 1:30 ആയി ഇപ്പോൾ സമയം. ആ ടൈമിനെ വന്നേ. അപ്പോഴും നല്ല തണുപ്പും കാറ്റുമൊക്കെയാണ് ഇവിടെ ഉള്ളത്. പുറമെ ഭയങ്കര ചൂടാണ്. സോളാറിൻ്റെ തന്നെ ലൈറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CCTV എല്ലാം ഉണ്ട്. അതുകൊണ്ട് സുരക്ഷയ്ക്കും വേറെ പ്രശ്നമൊന്നും ഇവിടെ കാണുന്നില്ല. കൃഷ്ണക്ക് ഭയങ്കര തണുപ്പുണ്ടെന്ന് തോന്നുന്നു. കയ്യെല്ലാം കൂടി പിടിച്ചിട്ടാ. ഡാലിൻ്റെ തറയിലുണ്ടായിരുന്നു ആൽത്തറ. അതെല്ലാം ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടാണുള്ളത്. ഭയങ്കര രസമുണ്ട് ഈ ആൽമരം കാണാൻ തന്നെ. ഒരുപാട് ഇരിപ്പിടങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പഴയ വീടുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ്. ഏതായാലും ഈ ഒരു പദ്ധതി, ഒരു ഐഡിയക്ക് നല്ലൊരു നമസ്കാരം. അപ്പൊ നമ്മളിതാ ഇങ്ങോട്ടേക്ക് നടക്കുമെന്ന് ഇവിടെ പഴം കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ കൃത്യമായ പേരറിയാൻ വേണ്ടിയിട്ട് ജിഷ്ണ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാന്നുള്ളത്. എന്നാന്ന് അപ്പൊ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ചളിയെല്ലാം കാണുന്നുണ്ട്. ഇതാ നല്ല സ്ഥലം തന്നെയാണിത്. പക്ഷേ എത്രത്തോളം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നൊന്നും പറയാൻ പറ്റൂല. മഴ ആയതുകൊണ്ടാണോ ആൾക്കാർ കുറവെന്നും പറയാൻ പറ്റൂല. ഇവിടെ ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ ലോക്ക് ചെയ്തിട്ടാണ് കാണുന്നത്. ഓപ്പൺ ആക്കിയിട്ട് കാണുന്നില്ല. നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. കുമ്പാണ ഓള് പോവാ. ഇവിടെയാണ് ആ സ്ഥലം. ഞാനിപ്പം പാലത്തിൻ്റെ മുകളിൽ നിന്നെടുത്ത വീഡിയോ ആണ് ഇത് സൂം ചെയ്തിട്ട്.
പാലം കടന്ന് ഇക്കരെ എത്തുമ്പോൾ ഒരു വെയിറ്റ് ഷെഡുണ്ട്. അതിൻ്റെ സമീപത്തൂടെ ഒരു വഴിയുണ്ട്, നടപ്പാത. അതുവഴി പോകാം. അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് വന്ന് ഇതുവഴി ഇങ്ങനെ കടന്നു പോകാം. പാലം കടന്ന് നേരെ റോഡിൽ കൂടി തന്നെയാണ് പോകുന്നതിന് കുറച്ച് അങ്ങോട്ടെത്തി അതാ വളവിന്ന് വലതു ഭാഗത്തേക്കുള്ളൊരു റോഡുണ്ട്. ആ റോഡ് നേരെ വന്ന് ചേരുന്നത് ഈ സ്ഥലത്താണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം, എട്ടിയാർ വഴിയാണ് വരുന്നതെങ്കിൽ പാലം കടന്ന് കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ വലതു ഭാഗത്ത് ആദ്യം കാണുന്ന റോഡുണ്ട്. അപ്പോൾ ഈ റോഡ് ചെന്നെത്തുന്നത് നമ്മൾ നേരത്തെ കടന്നു വന്ന മെയിൻ റോഡിൻ്റെ താഴെയാണ്. ഈ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് പോയി ഈ റോഡ് ചെന്നെത്തുന്നത് പാർക്കിലേക്കാണ്.